കേരളത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ തുഗ്ലക് പരിഷ്കാരങ്ങൾ. രമേശ് ചെന്നിത്തല. എന്തോ ഈ തുഗ്ലക് പരിഷ്കാരങ്ങൾ? തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാല് പണ്ട് ഇന്ത്യ സുൽത്താൻമാർ ഭരിക്കുന്നു. സുൽത്താൻ കാലഘട്ടം. അതിലൊരു രാജവംശമായിരുന്നു തുഗ്ലക് രാജവംശം. കേട്ടിട്ടുണ്ടല്ലോ. ആ തുഗ്ലക് രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കുറെ പരിഷ്കാരങ്ങളൊക്കെ നടത്തി. ആദ്യം രാജ്യത്ത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ വന്നപ്പോൾ മാത്രമല്ല ഖജനാവും കാലിയായി. ആളുകളുടെയും പൈസ ഇല്ല. അപ്പൊ ഖജനാവിലേക്ക് കൂടുതൽ പൈസ വേണം. അതിനാദ്യം രാജാവ് കൊണ്ടുവന്ന പരിഷ്കാരം, നികുതി കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കാശ് കിട്ടി ഖജനാവ് നിറയ്ക്കാമല്ലോ. പെട്ടെന്ന് അങ്ങ് നികുതി കൂട്ടി. സംഭവിച്ചത് ടാക്സ് കൂട്ടിയപ്പോൾ ഉള്ള കൃഷിയും ബാക്കിയുള്ളതും കൂടെയൊക്കെ ഇല്ലാതായി. രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും കൂടി ആകെ പ്രശ്നമായി. ആ പരിഷ്കാരം അമ്പെ പരാജയപ്പെട്ടു. രണ്ടാമത് അന്ന് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെയാണ് പ്രധാനപ്പെട്ട നാണയങ്ങൾ. വില കുറഞ്ഞ നാണയങ്ങൾ അടിച്ചിറക്കാം. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ച നാണയങ്ങൾ, ഇപ്പം ടോക്കൺ കറൻസി ഒക്കെ എടുത്തു. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ കാശ് കിട്ടുമല്ലോ. അവിടെ സംഭവിച്ചത് അങ്ങനെ അടിച്ചിറക്കിയപ്പോൾ രൂപയ്ക്ക് അന്നത്തെ കാലത്ത് ആ പണത്തിനുണ്ടായിരുന്ന മൂല്യം കൂടി കുറഞ്ഞു. അതും അവതാളത്തിലായി. ഇപ്പൊ രണ്ടാമത്തെ പരിഷ്കാരം എന്താ സംഭവിച്ചേ? അമ്പേ പാളിപ്പോയി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത പുള്ളിയുടെ പരിഷ്കാരം, തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ദേവഗിരി എന്ന് പറയുന്നൊരു സ്ഥലം, ദൗലത്താബാദ് എന്ന് പേരിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയാലോ എന്നൊരു തീരുമാനം. അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാക്കി. എന്താ സംഭവിച്ചേ? പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും ദേവഗിരിയിലേക്ക് മാറ്റി. ആളുകളെല്ലാം അവരുടെ കൂടുകയും സാധനങ്ങളും ഒക്കെ എടുത്ത് വലിയ ജാഥയായിട്ട് അവസാനം ദേവഗിരി ചെന്നു. ആ ദേവഗിരി എന്ന് പറയുന്ന ദൗലത്താബാദ് എന്ന് പേരിട്ട ആ സ്ഥലത്ത് അവിടെ മര്യാദയ്ക്ക് വെള്ളം പോലും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആകെ ഒരുപാട് സാമ്പത്തിക നഷ്ടമൊക്കെ സംഭവിച്ചിട്ട് തിരിച്ച് ദൗലത്താബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നു. അപ്പൊ തുഗ്ലക് എന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് നടത്തിയ പരിഷ്കാരങ്ങളെല്ലാം എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ? കൃത്യമായി പഠനം നടത്തിയിട്ടാണോ? വല്ലതും വിജയിച്ചോ? ആന മണ്ടത്തരങ്ങളായിട്ട് മാറി. അതുകൊണ്ട് പിന്നീട് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ആലോചനയില്ലാതെ മണ്ടൻ പരിഷ്കാരങ്ങൾ നടത്തിയാൽ അതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് തുഗ്ലക് പരിഷ്കാരം. തോന്നുന്നുണ്ടോ ഇതൊരു തുഗ്ലക് പരിഷ്കാരമാണ്? ഇത് പുസ്തകം കിട്ടുന്നതോ? ഇവിടെ ഒരു വർഷത്തിന് മുമ്പ് ഒരു സ്കൂള് അടച്ചു കഴിഞ്ഞ് അടുത്ത വർഷം ആകുന്നതിന് മുമ്പ് പുസ്തകം കിട്ടുന്നതാണോ അല്ലാത്തതാണോ നല്ലത്? പുസ്തകം കിട്ടുന്നതല്ലേ. പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിലേക്ക് പോലെയുള്ള കുട്ടികൾക്ക് പണ്ട് കാലത്തൊക്കെ കേരളത്തിൽ പലപ്പോഴും പുസ്തകമേ ഇല്ലാതെയൊക്കെ പഠിച്ച കാലമൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് നേരത്തെ പുസ്തകങ്ങൾ കിട്ടുന്നു. അതും 9ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവധിക്ക് തന്നെ കുട്ടികളുടെ ഈ പുസ്തകം കിട്ടി 10ാം ക്ലാസ്സിലെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുന്നു. അതൊക്കെ നല്ല ഒന്നാന്തരം പരിഷ്കാരങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെ പ്രതിപക്ഷമൊക്കെ ആയതുകൊണ്ട് തുഗ്ലക് പരിഷ്കാരം എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നതേ ഉള്ളൂ. എന്തായാലും തൽക്കാലം തുഗ്ലക് പരിഷ്കാരം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ.